തോറ്റു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കേരളത്തിന്റെ ഫുട്ബോൾ ക്ലബിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് നിരാശയും സങ്കടവും ഉണ്ടാവും. പക്ഷേ ഈ തോൽവി അനിവാര്യമായ ഒന്നായിരുന്നു. ഈ തോൽവി കൊണ്ട് ഇക്കാലം അത്രയും മൂടിവെക്കപ്പെട്ട പലതും വെളിച്ചത്തു വരും. ഇനി വരാനിരിക്കുന്നത് ഒരു ഭൂകമ്പമാണ്. ക്ലബിനെയും ക്ലബ് അധികൃതരെയും മുൾമുനയിൽ നിർത്താൻ പോകുന്ന തരത്തിലുള്ള ഒരു വലിയ ഭൂകമ്പം. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നടന്നത്. പൊട്ടിത്തെറികളുടെ ഒരു പരമ്പരയാണ് ഇനി വരാനിരിക്കുന്നത്. ഇക്കാലം അത്രയും ക്ലബിൽ വിശ്വാസം അർപ്പിച്ച് നിന്ന ആരാധകരുടെ രോഷം വരും ദിവസങ്ങളിൽ അണപൊട്ടി ഒഴുകും. അതിന് തടയിടാൻ തിടുക്കത്തിൽ കടുത്ത നടപടികൾ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അവരെ വിശ്വാസത്തിലെടുക്കാൻ ആരാധകർ ഇത്തവണ തയ്യാറായേക്കില്ല. ഈ ക്ലബിനെ താങ്ങി നിർത്തുന്നത് യാതൊരു ലാഭവും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ജനതയാണ്. വിജയങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജനത. ആ അടിവേരിളകിയാൽ സംഭവിക്കാവുന്ന ദുരന്തം അതത്ര ചെറുതായിരിക്കില്ല. ഇനിയുള്ള ദിവസങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമാണ്. ബലി കൊടുക്കാൻ, കുരുതി കഴിക്കപ്പെടാൻ പുതിയതും പഴയതുമായ ഒരുപാട് തലകളുണ്ട്. ഒരുപക്ഷെ ഇന്ന് ജയിച്ചിരുന്നെങ്കിൽ ആ ഒരു ജയം കൊണ്ട് പലതും മൂടിവെക്കാൻ കഴിയുമായിരുന്നു. ആരാധകർ വീണ്ടും മണ്ടന്മാരാകുമായിരുന്നു. ഇനി അതിന് ഒരു സാധ്യതയുമില്ല. സമ്പൂർണമായ ഒരു മാറ്റത്തിന് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് ക്ലബിന് ബോധ്യം വന്ന സ്ഥിതിക്ക് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.